ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഓണവിഭവമാണ് കേട്ടോ. ഓണസദ്യയിൽ ആരും ഒഴിവാക്കാത്ത ഒരു വിഭവമാണ് എരിശ്ശേരി. പലതരം എരിശ്ശേരികൾ പല രീതിയിൽ നമ്മളെല്ലാവരും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഓണത്തിന് അതുപോലുള്ള സദ്യകൾക്ക് നമ്മൾ പ്രധാനമായും ഉണ്ടാക്കുന്നത് വറുത്തെലിശ്ശേരിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന എന്നാൽ വളരെ സ്വാദിഷ്ടമായ വിഭവമാണ് എരിശ്ശേരി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓണസദ്യയിലെ പ്രധാന വിഭവമായ വറുത്തെരിശ്ശേരി മത്തങ്ങയും ഉണക്കപ്പയറും ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉണക്കപ്പയറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇന്നലെ രാത്രി മുഴുവനും വെള്ളത്തിൽ കുതിർത്തി വെച്ച പയറാണ് കേട്ടോ. രാവിലെ കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1/2 കപ്പ് പയറാണ് എടുത്തത്, അതുകൊണ്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ. നിങ്ങൾ ഉണക്കപ്പയർ തലേ ദിവസം കുതിർത്താതെയാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വേവിക്കേണ്ടി വരും കേട്ടോ. 3-4 വിസിലൊക്കെ അടുപ്പിക്കേണ്ടി വരും, എന്നാലേ പയർ വെന്ത് കിട്ടുള്ളൂ. പയർ വേവുന്ന സമയം കൊണ്ട് ഞാൻ ചെറിയൊരു കഷ്ണം മത്തങ്ങ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയെടുക്കുന്നത്. എരിശ്ശേരിക്കാണല്ലോ, അപ്പോൾ ഇത് ഇത്രയും വലിപ്പമുള്ള കഷ്ണമാക്കി നുറുക്കിയാൽ മതി. കുക്കറിൻ്റെ എയറൊക്കെ പോയി. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതായതുകൊണ്ട് പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ വിസിലിന് തന്നെ പയർ നന്നായി വെന്ത് കിട്ടി. അതുകൊണ്ട് ഇനി മത്തങ്ങ ഇതിലിട്ടിട്ട് വേവിക്കണില്ല. മത്തങ്ങ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കാം. ഈ കുക്കറിലത്തെ പയർ ഒഴിവാക്കി അതിലേക്ക് മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മത്തങ്ങ കുക്കറിൽ തന്നെ വേവിക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മത്തങ്ങ വേവിച്ചെടുത്താലും മതി. ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടിയാണ് കുക്കറിൽ വേവിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഞാൻ പയർ വേവിച്ചെടുത്ത വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വേറെ വെള്ളം ഒഴിക്കണില്ല. പയർ വേവിച്ചെടുത്തപ്പോൾ അതിൽ കുറച്ച് വെള്ളം ബാലൻസ് ഉണ്ടായിരുന്നു. ആ വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി പയർ വേവിക്കുമ്പോൾ ചേർത്തിരുന്നു, അതുകൊണ്ട് ഇതിൽ വീണ്ടും ചേർക്കണില്ല. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ കുക്കർ അടച്ച് വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കേട്ടോ. മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് നാളികേരം ചിരകിയെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നാളികേരം ചിരകിയെടുത്തു കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് ഫൈനായിട്ട് അരയേണ്ട, ചെറിയൊരു തരിതരിപ്പോട് കൂടി അരച്ചെടുത്താൽ മതി. കുക്കർ തുറന്ന് നോക്കി മത്തങ്ങയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വേവിച്ചെടുത്ത മത്തങ്ങയും പയറും ഒക്കെ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടോ. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, ഇത് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടണം. നാളികേരം ജീരകം കൂട്ടി അരച്ചെടുത്തു. നാളികേരം അരയ്ക്കുമ്പോൾ എപ്പോഴും നല്ല കട്ടിയായിട്ട് തന്നെ അരയ്ക്കണം കേട്ടോ. കാരണം എരിശ്ശേരിയാണ്, അതിലധികം വെള്ളം പാടില്ല. അതുകൊണ്ട് നാളികേരം പരമാവധി കട്ടിയായിട്ട് തന്നെ അരച്ചെടുക്കുക. അടുപ്പത്ത് വെച്ച മത്തങ്ങയും പയറും തിളച്ച് തുടങ്ങി. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് നന്നായി തിളച്ച് വേവണം. വെള്ളം വറ്റുകയും വേണം. ഇത് തിളച്ച് വെള്ളമൊക്കെ വറ്റി അരപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് നാളികേരം കൂടി ചിരകിയെടുക്കാനുണ്ട് കേട്ടോ. ഞാൻ 1/2 കപ്പ് നാളികേരം കൂടി ചിരകിയെടുത്തു. ഇത് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം നന്നായിട്ട് വറുത്തെടുക്കണം. ചെറിയൊരു ചുവപ്പ് കളറാവുന്നത് വരെ ഇത് വറുത്തെടുക്കണം. ചെറിയൊരു ചുവപ്പ് കളറിലേക്ക് ഇത് മാറാൻ തുടങ്ങി. ഈ സമയത്ത് ഇതിൻ്റെ നടുഭാഗത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി ഇതെല്ലാം കൂടി ഒന്നും കൂടി വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് ചുവക്കെ വറുത്തെടുത്തു. ഇനി ഇതിലേക്ക്
വേവിച്ച് വെച്ച എലിശ്ശേരി ഇട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് ഇളക്കി വേവിപ്പിക്കണം. ഇതിൽ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നല്ല കട്ടിക്കായിട്ടുണ്ട്, വെള്ളമൊക്കെ പാകമാണ്. അതുകൊണ്ട് ഇനി വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തെലിശ്ശേരി, സദ്യ സ്പെഷ്യൽ വറുത്തെലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മത്തങ്ങയും പയറും ഉപയോഗിച്ചിട്ടും മത്തങ്ങയും പരിപ്പും ഉപയോഗിച്ചിട്ടൊക്കെ ഇങ്ങനെ എലിശ്ശേരി ഉണ്ടാക്കി. അപ്പോൾ സദ്യ സ്പെഷ്യൽ വറുത്തെലിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.